ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു. ഈശോ നമ്മളെ ശക്തിപ്പെടുത്തുന്നു, നമ്മളെ ബലപ്പെടുത്തുന്നു. ഈശോയുടെ വലിയ കരുണയ്ക്ക് നമുക്ക് നന്ദി പറയാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഈ അവസരത്തിൽ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വചനങ്ങളിലാണ് നമ്മൾ ഇന്ന് കടന്നു പോവുക. അവിടെ കർത്താവിന്റെ വചനം ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇടുങ്ങിയ വാതിലിനെ കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുന്നത്. ഇടുങ്ങിയ വാതിലിനെ കേൾക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ നമ്മളെല്ലാം അത്ര സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കണം എന്നില്ല. കാരണം നമുക്കൊക്കെ ഇടുങ്ങിയ വാതിലിലൂടെ യാത്ര ചെയ്യുക അത്ര എളുപ്പമല്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, ചെറിയ വീടാണെങ്കിൽ അത് വലുതാക്കാനുള്ള ശ്രമമാണ്. ചെറിയ വഴിയാണെങ്കിൽ അതിനെ വലുതാക്കാനാണ്. മണ്ണിട്ട റോഡാണെങ്കിൽ ടാറിട്ട റോഡാക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മുടെ മിറ്റിലിട്ടതാണ് ഇന്റർലോക്ക് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. സിമെന്റ് ഇട്ടതാണെങ്കിൽ മാർബിൾ ആക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് നമ്മുടെ എല്ലാം ഒരു പ്രത്യേകതയാണ്. അങ്ങനെ എന്ത് ചെറുതുണ്ടോ അല്ലെങ്കിൽ എന്ത് ഞെരുക്കം അല്ലെങ്കിൽ ഇടുക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അതിനെല്ലാം വീതിയുള്ളതാക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെയൊക്കെ ഒരു മാനുഷിക പ്രവണതയാണത്. അപ്പൊ നമ്മളോട് കർത്താവ് വചനം പറയുന്നത് ഇങ്ങനെയാണ്, ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് ഈശോ പറയുകയാണ്. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ച് ആ വചനം ഒന്ന് കേൾക്കാം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈശോ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇടുങ്ങിയ വാതിലിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചുകൊണ്ടുള്ള ഈശോയുടെ ഒരു യാത്രയാണ് നമ്മളിവിടെ കാണുന്നത്. യാത്ര ചെയ്യുകയാണ്. അതെങ്ങനെയാ? ചുമ്മാതെയല്ല, പഠിപ്പിച്ചുകൊണ്ട് ഈശോ യാത്ര ചെയ്യുകയാണ്. ഒരുവൻ അവനോട് ചോദിച്ചു, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. അപ്പൊ ഒരു സംശയം കൊണ്ട് ഒരാൾ ഓടി വരികയാണ്, കർത്താവെ, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. അവൻ അവരോട് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ. അപ്പോൾ ഈശോ അവർ ചോദിച്ചത് രക്ഷയെക്കുറിച്ച്. ഈശോ പെട്ടെന്ന് പറഞ്ഞു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കും. പ്രിയപ്പെട്ട മക്കളെ, ഈ നോമ്പുകാലത്ത് ഈശോ കടന്നുപോയ കുരിശിന്റെ യാത്ര വീതിയുള്ളതായിരുന്നില്ല. ഞെരുക്കത്തിന്റെ, സഹനത്തിന്റെ, പീഡാനുഭവങ്ങളുടെ, ആർക്കും വിവരിക്കാനാവാത്ത നൊമ്പരങ്ങളിലൂടെയാണ് ഈശോയുടെ കുരിശിന്റെ യാത്ര. ഈശോയുടെ വഴികൾ ഇടുങ്ങിയതായിരുന്നു. ഈശോയുടെ ജീവിതം മുഴുവൻ ഇടുങ്ങിയതായിരുന്നു. ഈശോ വലിയ ആഘോഷ തിമിർപ്പുകളിലായിരുന്ന വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരുപാട് ആസ്വാദനങ്ങൾ നടത്തിയൊരു വ്യക്തിയല്ല. ഈശോ തന്റെ ജീവിതത്തിലെ ഇല്ലായ്മകളിലെ പുൽക്കൂട്ടിലെ പിറവി മുതൽ ഗാഗുൽത്തായിലെ കുരിശുമണം തൊട്ട് അടക്കപ്പെടുന്ന സമയം വരെ ഈശോയുടെ ജീവിതം ഞെരുക്കത്തിന്റെ വഴികളിലൂടെയുള്ളതായിരുന്നു. അതുകൊണ്ട് രക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ, രക്ഷ സാധിച്ചു തന്നവൻ രക്ഷയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ അവര് നമ്മളോട് പറയാനുള്ളത്, മകനെ, മകളെ, നീ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ എന്ന് ഈശോ പറയുകയാണ്. അപ്പൊ രക്ഷയും ഇടുങ്ങിയ വാതിൽ, ഇടുങ്ങിയ ജീവിതം, ഇടുങ്ങിയ തലങ്ങളും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ടെന്ന് ഈശോ പഠിപ്പിച്ചു വെക്കുകയാണ്. എന്നിട്ട് ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു, അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. പ്രിയപ്പെട്ട മക്കളെ, ഒരു ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം അതിന് ഫിറ്റായിരിക്കണം. 2, നമ്മുടെ മനസ്സ് അതിന് തയ്യാറാകണം. അതുപോലെ നമുക്കൊരു എയിം ഉണ്ടാവണം. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം. ഇപ്പോൾ എന്റെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ എനിക്ക് വേണം. നമ്മുടെ ശരീരം അതിന് ഫിറ്റായിരിക്കണം. വാതിൽ ചെറുതാണെങ്കിൽ കടന്നു പോകാൻ തക്ക വിധത്തിൽ എന്റെ ശരീരം ഫിറ്റായിരിക്കണം. 2, എന്റെ മനസ്സിന് നല്ല ധൈര്യവും ബലവും ഉണ്ടാകണം. 3, ഈ വാതിലിന് അപ്പുറത്തെത്താനുള്ള ഒരു ലക്ഷ്യം, ഒരു എയിം എനിക്കുണ്ടാവണം. ഈശോ അതുകൊണ്ട് പറയാണ്, പലരും ഇത് കടന്നു പോകണം, അപ്പുറത്തിരിക്കുന്നത് കണ്ടെത്താൻ ലക്ഷ്യങ്ങൾ പലർക്കും ഉണ്ടാവും. പക്ഷെ വഴി എന്ന് പറയുന്നത് വിശാലമല്ല. ഈശോ പറയാണ്, അത് ഇടുങ്ങിയത് തന്നെയാണ്. അപ്പൊ എനിക്ക് അത് എടുക്കണം, അല്ലെങ്കിൽ അപ്പുറത്ത് കടന്നു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ എന്നെ ക്രമപ്പെടുത്തണം. ഈശോ പറയാണ്, എനിക്ക് അത് ആഗ്രഹമുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ വാതിലുള്ള ഇടുങ്ങിയ വാതിലാണ്. വാതിൽ നേരത്തെ കർത്താവ് പറഞ്ഞു തന്നു, കുരിശിന്റെ വഴിയുടെ വാതിലാണ് എനിക്കുള്ളത്, ഗാഗുൽത്തായിലേക്കുള്ള വഴിയുടെ വാതിലാണ് എനിക്കുള്ളത്. ഇതെന്റെ മുമ്പ് ഈശോ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമുക്കറിയില്ലാത്തൊരു വാതിലൂടെ പോകാനല്ല ഈശോ പറഞ്ഞത്. മകനെ, മകളെ, നീ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ, രക്ഷ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, ഈ വാതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിന്റെ ജീവിതത്തിൽ ഈശോ ഒരു വാതിൽ കൊണ്ടു തന്നിട്ടുണ്ട്. ഇതിലൂടെ വേണം നീ കടന്നു പോകാൻ. അപ്പൊ നമ്മുടെ കർത്താവ് നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നത്,
എന്റെയും നിന്റെയും ജീവിതത്തിൽ ഈശോ വാതിൽ വെച്ചിട്ടുണ്ട്. ചില പിള്ളേര് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ ആഗ്രഹിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സയന്റിസ്റ്റ് ഒക്കെ ആകണം അവരൊക്കെ ആഗ്രഹം, അവർ പെട്ടെന്ന് തന്നെ സ്പേസ് എഞ്ചിനീയർ ആകണം എന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും അവരുടെ മുറി നിറച്ചൊട്ടിച്ച് വെച്ചിരിക്കും. എന്തിനാ? എപ്പോഴും ഓർമ്മപ്പെടുത്താനാണ്. എപ്പോഴും ഇത് ഓർക്കണം, ഇതിനെക്കുറിച്ച് മുന്നോട്ട് ചിന്തിക്കണം. അപ്പോൾ ഈശോ പറയാണ്, മകനെ മകളെ, നിനക്കിതാ ഒരു ഇടുങ്ങിയ വാതിൽ നിന്റെ മുമ്പ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുരിശ്, അതാണ് ആ വാതില്, അത് നിന്റെ മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി പോകേണ്ടതാരാ? നീയാണ്. അതിനായി നീ നിന്നെ പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറയാണ്, പലരും പ്രവേശിക്കാൻ ശ്രമിക്കും, എന്നാൽ അവർക്ക് സാധിക്കുകയില്ല. അടുത്ത വചനമാണ്, വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും. അപ്പോൾ അവൻ നിങ്ങളോട് പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ വാതിലിലേക്കുള്ള പ്രവേശനം നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങൾ കൊണ്ട് നടക്കുമെന്ന്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഇപ്പൊ അവര് പറയാണ്, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നിന്നെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, നിന്റെ സ്വന്തം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയെ പോലെ നടന്നിട്ടുണ്ട്, ഞങ്ങൾ നിന്നെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നതിലോ, നമ്മൾ അതിന്റെ വേഷം അണിഞ്ഞ് നടക്കുന്നതിലോ, കുരിശു മുത്തുന്നതിലോ, ദുഃഖവെള്ളി ആചരണങ്ങളിലോ ഒന്നും അപ്പുറത്ത് എന്റെ ഉള്ളിലേക്ക് അതെല്ലാം ചെയ്യുമ്പോ എന്റെ ഉള്ളിന്റെ ഉള്ളിലേക്കാണ് കർത്താവ് നോക്കുന്നത്. കർത്താവ് പറയാണ്, എന്നാൽ അവൻ പറയും, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. എന്നിട്ട് ഈശോ പറയാണ്, അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവനെന്നാണ് കർത്താവ് വചനം പറഞ്ഞു വെക്കുക. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈശോ രക്ഷയെക്കുറിച്ച് പറഞ്ഞ് താഴേക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു ഈശോ പറയാണ്, നിന്റെ ജീവിതം നീതിയുള്ളതായിരിക്കണം. അടുത്ത കാര്യം അതാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനപ്പുറത്ത് എന്റെ ജീവിതം നീതി അണിയപ്പെട്ടതാണോ, നീതിയുടെ മേലങ്കി ധരിച്ച വ്യക്തിയാണോ ഞാനെന്ന് കർത്താവ് നമ്മളോട് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് ഈശോ പറയാണ്, അബ്രാഹവും ഇസഹാക്കും യാക്കോവും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലിറമുകയും ചെയ്യും. ഈശോ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാതിലേക്ക് പ്രവേശിക്കാൻ നീ നിങ്ങളെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നില്ലെങ്കിൽ, നിനക്ക് അതിനുള്ള ഒരുക്കം, പ്രിപ്പറേഷൻ നിന്റെ ആത്മാവിലും ശരീരത്തിലും നിന്റെ മനസ്സിലും അതില്ല എന്നുണ്ടെങ്കിൽ നീ എപ്പോഴും പുറന്തള്ളപ്പെടുന്ന വ്യക്തിയായിരിക്കും. നിനക്ക് മുമ്പിൽ സ്വർഗരാജ്യത്തിന്റെ വാതിൽ അടച്ചു കളയപ്പെടും. ഈശോ നമ്മളോട് പറയുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്, കർത്താവേ അവിടുന്ന് ശക്തമായ കരം നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നവനാണ്. ഇവിടത്തേക്ക് ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുക. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ അനേകര് പ്രവേശിക്കാൻ വരുന്നത് പോലെ ഞങ്ങളും വരികയാണ്. ഈ പ്രവേശനത്തിനുള്ള യോഗ്യത ഞങ്ങൾക്ക് തരണേ കർത്താവെ. നമ്മളത് ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈ ഇടുങ്ങിയ വാതിലിനെ കുറിച്ച് നീ ഞങ്ങളെ പഠിപ്പിച്ചു വെക്കുമ്പോ അതിലേക്കുള്ള ഒരുക്കം, അതിലേക്കുള്ള പ്രവേശനം നീ എനിക്ക് തരണമേ എന്ന് നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പ്രാർത്ഥിക്കും. ഈശോയെ കരുണയായിരിക്കണേ കർത്താവെ, കരം നീട്ടി അനുഗ്രഹിക്കണേ കർത്താവെ, ബലം നൽകണമേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, കണ്ണുകൾ അടച്ച്, ഹൃദയവും മനസ്സും ആത്മാവും എല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവെ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാനുള്ള വലിയ കൃപ തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ, കരുണ്യത്തിന്റെ സ്നേഹം, അവന്റെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ദൈവസന്നിധിയിൽ കണ്ണുകളുയർത്തിയിടുവിൻ, സ്വർഗചിന്തകളാൽ മനസ്സുകൾ നിറച്ചിടുവിൻ. Abraham
ലോകനായകനാമീശനു ബലിയണയ്ക്കുന്നു. ജീവിതം പരമനാഥനു കാഴ്ചവയ്ക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതിലും കൂടുതൽ ഈശോ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. എല്ലാ ഹൃദയങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോയെ, ഇപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥ, ഭാരപ്പെടുന്ന അവസ്ഥ, സങ്കടങ്ങളുടെ അവസ്ഥ, ഒറ്റപ്പെട്ട അവസ്ഥ, ജോലി നഷ്ടപ്പെട്ട വിവരം വീട്ടിൽ പറയാൻ പറ്റാത്ത അവസ്ഥ, പരീക്ഷകൾ എഴുതി ജോലി കിട്ടാത്ത അവസ്ഥ, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടും ഇൻ്റർവ്യൂ കിട്ടാത്ത അവസ്ഥകൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് പറഞ്ഞില്ലേ വെളിപാട് 6:2, അവൻ വിജയത്തിലേക്ക് ജൈത്രയാത്ര ആരംഭിച്ചു എന്ന്. കർത്താവേ, ഇന്ന് ഈ മക്കൾ പല വിധത്തിൽ പരാജയപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ കുത്തി തുറക്കപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി വിജയം വരിച്ച ഉത്തിതനായിത്തീർന്ന യേശുക്രിസ്തുവിൻ്റെ അനന്തമായ കരുണാകൃപ ഈ ആരാധന മണിക്കൂറിൽ ഞങ്ങളിലേക്ക് ഒഴുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ പക്കൽ എല്ലാവരും മുട്ടുകൾ മടക്കി മനമുയർത്തി ഹൃദയമുയർത്തി ഈശോയെ നമ്മുടെ പക്കലേക്ക് ക്ഷണിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു. ഓ കർത്താവെ, നന്ദി പറയുന്നു. എൻ്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ പുകഴ്ത്തുക, അവിടുത്തെ അനുഗ്രഹങ്ങളൊന്നും മറക്കരുത്. ഓ കർത്താവെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കാൻ ഇറങ്ങി വരുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, എല്ലാ മക്കളും ലോകത്തിന്റെ നാനാ കോണുകളിൽ മക്കള് കർത്താവെ, അവരെ ഓരോരുത്തരും ഇത് അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഈ അന്നയുടെ ദിവസം, ഈ നന്ദി പറച്ചില്ല ദിവസം കർത്താവെ അനുഗ്രഹമായി മാറട്ടെ. സോളമൻ ദേവാലയം പണിത് അതിനെ പ്രതിഷ്ഠിച്ചിട്ട് അതിൽ ദേവാലയ പ്രതിഷ്ഠ നടത്തിയിട്ട് അവൻ പ്രാർത്ഥിച്ച സമയത്ത് ദേവാലയത്തിലേക്ക് കർത്താവെ നിന്റെ ശക്തമായ മേഘം പറന്നിറങ്ങി വന്നതുപോലെ, കർത്താവെ നിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ, ഓ കർത്താവെ നിന്റെ മക്കളുടെ ഈ പ്രാർത്ഥനയ്ക്ക് നേരെ ചെവി ചായ്ച്ച് ഈ നന്ദി പ്രകടനത്തിന്റെ മേൽ കർത്താവെ ഈ കൃപകൾക്ക് മേൽ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മറ്റുള്ളവർക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ചുറ്റുമുള്ളവർക്ക് വേണ്ടി ഈശോയുടെ തിരുഹൃദയം ഈ ദിനങ്ങളിൽ ചെയ്ത വലിയ നന്മകളെ ഓർത്ത്, പ്രിയപ്പെട്ട മക്കളെ, നിനക്കോ നിന്റെ പ്രിയപ്പെട്ടവർക്കോ മറ്റു പലർക്കും ഈശോ കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് മനം തുറന്ന്, നിനക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടിയത് ഓർത്ത് നന്ദി പറഞ്ഞു ഒന്ന് സ്തുതിച്ച്, മനം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവെ നന്ദി പറയുന്നു. ഓ കർത്താവെ ആരാധിക്കുന്നു. ഓ കർത്താവെ സ്തുതിക്കുന്നു. എൻ്റെ ഈശോയെ ആരാധിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, സോളമന്റെ പ്രാർത്ഥനയുടെ നേരെ, അവന്റെ അപേക്ഷകളുടെ നേരെ സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുകയും ചെയ്ത കർത്താവെ, ശക്തമായ ഇടപെടലുണ്ടാവട്ടെ. കർത്താവിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞപ്പോൾ, കർത്താവിൻ്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നപ്പോൾ, കർത്താവെ, പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ ശുശ്രൂഷ ചെയ്യാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അഗ്നി താഴേക്ക് ഇറങ്ങി വന്നു. ആലയത്തിൽ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞു. ഓ കർത്താവെ, ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചതുപോലെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ റമറാതന കശം ബലത്തോ പലഖമറോത്ത മറാത. ആരാധന. കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ ഉത്തരമുണ്ട്. കർത്താവെ, നീ തരും വിശ്വസിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു മനസ്സോടെ നമുക്ക് പാടി ആരാധിക്കാം.
4-ാം അധ്യായം 2-ാം വചനം. നിർഭരായി നിരന്തരം ആരാധിക്കാം, കർത്താവിനെ ആരാധിക്കാം, നന്ദിയോടെ ആരാധിക്കാം. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ, എന്റെ കർത്താവിന്റെ കൂടെയുണ്ടെങ്കിൽ. എല്ലാ മക്കളും ഈശോയുടെ മുഖത്തേക്ക് ഉറ്റുനോക്ക്. ഹൃദയം കൊണ്ട് ഈ വചനത്തോടൊപ്പം നിങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കണം. കർത്താവേ, അങ്ങ് കാണുന്നുണ്ട്. കഷ്ടപ്പാടുകളും ക്ലേശ ജീവിതം തകർന്നു പോയ മക്കളെ സമർപ്പിച്ച് ഉറക്കം വിളിച്ച മക്കളെ ഈശോയെ, ജോലി നഷ്ടപ്പെട്ടു പോയ മക്കളെ സമർപ്പിച്ച് ഉറക്കം വിളിച്ച ഈശോ കൊണ്ടിരിക്കും. കണ്ണീരെടുക്കാം. ഈശോയെ, നീ ഒന്ന് വരുമോ എന്ന കനത്തിന്റെ ഇരടികൾ മാത്രം. ഓരോരുത്തരും ഈശോയോട് പ്രാർത്ഥിക്കും. നീ തുറണേ ഈശോയെ, നീ തുറണേ. എല്ലാ മക്കളും എല്ലാവരും ആവശ്യങ്ങളും മനം തുറന്ന് പറഞ്ഞു പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോമരാത്ത സോസബില ഖമൂറത്തപ്പല പരകമരതന കഥതത എനിക്ക് ദാരിക്കത ബശാറൊക്കെ എല്ലാ മക്കളും ഈശോയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി നീട്ടിപ്പിടിച്ച് ഈശോയെ വലിയ കൃപ തരണേ, വലിയ കൃപ, അത്ഭുതങ്ങൾ ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ സ്വസ്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും മക്കളെ. ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും, ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും, ഈശോ നമ്മുടെ കൂടെ വരും, നമ്മളെ ചേർത്ത് പിടിക്കും. ഈശോ അവന്റെ കരുതൽ, അവന്റെ സ്നേഹം, അവന്റെ കൃപ അത് അനുഭവിക്കുക. എൻ പ്രിയനെ എന്റെ ഈശോയെ സ്നേഹിക്കുന്നു കർത്താവെ, ആരാധിക്കുന്നു. ഈശോയെ ഈശോ എല്ലാ സ്തുതിയും, എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും നിനക്ക് മാത്രം കർത്താവേ. എല്ലാ സ്തുതിയും, എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും ഈശോയെ നിനക്ക് മാത്രം കർത്താവേ. എല്ലാ സ്തുതിയും, എല്ലാ മഹത്വവും, എല്ലാ ആരാധനയും കർത്താവേ അങ്ങേക്ക് മാത്രം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ച ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അങ്ങയുടെ നിർബാധമായ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്